വിക്രമാദിത്യൻ ആൻഡ് വേതാളത്തിൻ്റെ സ്റ്റോറീസിൽ ഒരു സ്റ്റോറിയാണ് നമുക്കിപ്പം പഠിക്കാനുള്ളത്. വിക്രം ആൻഡ് വേതാൾ, റിട്ടൺ ബൈ സോംദേവ് ഭട്ട്. സോംദേവ് ഭട്ടാണ് ഈ വിക്രമാദിത്യൻ സ്റ്റോറീസ്, അതായത് വിക്രം വേതാൾ സ്റ്റോറീസ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു റിനൗണ്ട് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് സ്കോളറാണ്. പിന്നെ ഫോക്ക് ടെയിൽസൊക്കെ, അതായത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഫോക്ക് ടെയിൽസൊക്കെ ഇദ്ദേഹം കളക്ട് ചെയ്ത് ഒരു കളക്ഷൻ പോലെ കമ്പൈലൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സാൻസ്ക്രിറ്റിലാണ് എഴുതുന്നത്. വിസ്ഡം, മോറൽ ലെസൺസ് അല്ലെങ്കിൽ ത്രില്ലിംഗ് അഡ്വഞ്ചേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് വരുന്നത്. ഈ സ്റ്റോറീസ് എല്ലാം റിവോൾവ് ചെയ്തിരിക്കുന്നത് കിങ് വിക്രമാദിത്യയും അതുപോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഗോസ്റ്റ് ആയിട്ടുള്ള വേതാളും തമ്മിലാണ്. വിക്രമാദിത്യൻ്റെ ഇൻ്റലിജൻസിനെയും വിസ്റ്റത്തിനെയും ഇൻറ്റഗ്രിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സ്റ്റോറീസാണ് വേതാൾ നറേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ 3 സ്യൂട്ടേഴ്സ് ആൻഡ് സോംപ്രഭ എന്നുള്ള സ്റ്റോറിയാണ്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിനകത്ത് സോമപ്രഭയും 3 സ്യൂട്ടേഴ്സ്, അതായത് ഇവരെ പ്രപ്പോസ് ചെയ്യാൻ വന്ന 3 ആളുകൾ. അപ്പോൾ സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന വേതാളാണ്, അതായത് സോമപ്രഭയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ഗേൾ ആണ്, ആൻഡ് ഷീ ഈസ് ഫ്രം ഉജ്ജയിൻ. അവർക്ക് 3 സ്യൂട്ടേഴ്സ് ആണുള്ളത്. അവരെ ഇഷ്ടപ്പെടുന്ന 3 ആളുകളാണുള്ളത്. ഒന്നാമത്തെ ആൾ വീർ സിംഗ് ഒരു ബ്രേവ് വാരിയറാണ്. സുദർശൻ ആചാര്യാസ് പോയറ്റ് സൺ ആണ്. രണ്ടാമത്തത് സുദർശൻ ആചാര്യയുടെ പോയറ്റ് സൺ ആണ്. പിന്നെ ആർട്ടിസൺ വിത്ത് എ ഫ്ലൈയിങ് ചാരിയറ്റ്. ഈ 3 പേരാണ് ഇവർക്ക് 3 പേർക്കുമാണ് ഈ സോമപ്രഭയെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ആദ്യത്തെ ആൾ ഒരു ബ്രേവ് വാരിയറാണ്. രണ്ടാമത് സുദർശൻ ആചാര്യൻ്റെ പോയറ്റ് സണ്ണാണ്. മൂന്നാമത്തെ ആൾ, അതായത് രണ്ടാമത്തെ ആളൊരു പോയറ്റാണ്. മൂന്നാമത്തെ ആളെന്ന് പറയുന്ന ഒരു ആർട്ടിസണാണ്. അയാൾക്ക് ഫ്ലൈയിങ് ചാരിയറ്റാണ് ഉള്ളത്. അപ്പോൾ ഒരു ഡീമണും ഇവരെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സോ ഡീമൺ എന്ത് ചെയ്യാണ്, വെഡ്ഡിങ് ഡേയുടെ അന്ന് ഇവളെ കിഡ്നാപ്പ് ചെയ്യുവാണ്. ഈ 3 പേരും കൂടി ഇവരെ പെർസ്യൂ ചെയ്യുവാണ്, ഇവളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിത്ത് വീർ സിംഗ് ഭയങ്കര ആ ഡീമണെ കൊന്ന് ബ്രേവറി കാണിച്ചു. വേതാൾ പോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആരാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ഗ്രൂം ഫോർ സോമപ്രഭ? വിക്രമാദിത്യൻ റീസണിങ് ആയിട്ട് വൈസ്ലി പറഞ്ഞു വീർ സിംഗ് എന്ന്. അതായത് അയാൾക്കാണ് ബ്രേവറി ഉള്ളത്. സോ അയാൾക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇയാളാണ് ഇവളെ കല്യാണം കഴിക്കാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ആളെന്ന് പറഞ്ഞു. പക്ഷെ വേതാൾ പറഞ്ഞത്, സാറ്റിസ്ഫൈഡ് വിത്ത് ദി ആൻസർ വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഓരോ സ്റ്റോറി കഴിയുമ്പോഴും വിക്രമാദിത്യൻ കറക്റ്റായിട്ടുള്ള ആൻസർ പറയുമ്പോൾ വേതാൾ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് പിന്നെ വിക്രമാദിത്യൻ വീണ്ടും തോളിലിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ക്യാരക്ടർ അനാലിസിസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രമാദിത്യൻ അല്ലെങ്കിൽ വിക്രം എന്നുള്ള രാജാവ് ഇൻ്റലിജൻസ്, ജസ്റ്റിസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഉണ്ട്. ഒരു സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ലൈഫാണ് അദ്ദേഹം വാല്യൂ ചെയ്യുന്നത്. വേതാൾ എന്ന് പറഞ്ഞൊരു കണ്ണിങ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഗോസ്റ്റാണ്. മോറൽ ടീച്ചറും കൂടിയാണ് അയാൾ. ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റോറീസിലൂടെ. വീർ സിംഗ് എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം ബ്രേവറിയാണ് കാണിക്കുന്നത്. സോമപ്രഭ എന്ന് പറയുന്നത് ഇൻ്റലിജൻസും ടാലൻറ്റും ഇൻഡിപെൻഡൻസും ഒക്കെ ഉള്ളൊരു ഐഡിയൽ വുമൺഹുഡിനെ കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. തീംസ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേവറി, ഇൻ്റലിജൻസ് ആൻഡ് വിർച്യൂസിന് പാർട്ട്ണർ. നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടുന്ന ഗുണങ്ങൾ 3 എണ്ണമാണ്. ബ്രേവറി ഉണ്ടായിരിക്കണം, ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, വിർച്യൂ. പിന്നെ ഗുഡ് ഓവർ ഈവളിൻ്റെ ട്രയംഫ്, അതായത് വീർ സിംഗ് ആണ് ഡീമനെ ഡിഫീറ്റ് ചെയ്ത് ഭാര്യയെ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ ഗുഡിന് മുകളിലാണ് എപ്പോഴും ഈവിൾ, അതായത് ഗുഡ് എപ്പോഴും ഈവിളിന് മുകളിൽ ട്രയംഫ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ഇവിടെ സിംബലൈസ് ചെയ്തിരിക്കുന്ന ഡീമൺ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ലൈഫിലുള്ള ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ഫിയേഴ്സ് ആണ്. വീർ സിംഗ് വളരെ ബ്രേവ് ആയതുകൊണ്ട് ഈ ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം ഓവർകം ചെയ്യാനും കൺഫ്രണ്ട് ചെയ്യാനും പറ്റി. അതുകൊണ്ടാണ്, ആൻഡ് ദാറ്റ് ഇസ് വൈ വിക്രമാദിത്യൻ ഹാസ് ചോസൺ വീർ സിംഗ് ആസ് ദി സ്യൂട്ടബിൾ പാർട്ട്ണർ ഫോർ സോമപ്രഭ. ഓക്കെ, ആ 3 പേരിൽ വീർ സിംഗ് ആണ് നല്ലതെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏൻഷ്യൻ ഇന്ത്യൻ വാല്യൂസും പ്രാക്ടിക്കാലിറ്റി, ബ്രേവറി, വിസ്ഡം, അതായത് ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണെന്നും അതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോറി ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അതായത് ധൈര്യം അല്ലെങ്കിൽ ബ്രേവറി എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി ആണെന്നും ലൈഫിൽ സെക്യൂരിറ്റി, പ്രൊട്ടക്ഷനും നമുക്ക് തരുന്നു. വിസ്ഡം ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മൾ പ്രാക്ടിക്കൽ ആൻഡ് as well as വിർച്വൽ ക്വാളിറ്റീസും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ 3 സ്യൂട്ടേഴ്സും കൂടി ശരിക്കും പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് സോമപ്രഭയെ റെസ്ക്യൂ ചെയ്യുന്നതെങ്കിലും അത് ടീം വർക്കിനെയാണ് കാണിക്കുന്നതെങ്കിലും ധൈര്യം കാണിച്ച ഡീമണിനെ കൊന്നതാരാണ്? വീർ സിംഗ് ആണ്. ദെൻ വിക്രം വേതാൾ സ്റ്റോറീസിൻ്റെ ഒരു മൊത്തത്തിലുള്ള അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഡൈഡാക്റ്റിക് സ്റ്റോറീസാണ്, അതായത് മോറൽ സ്റ്റോറീസാണ്. എൻ്റർടൈൻമെൻറ്റും ഉണ്ട്, മോറൽ എഡ്യൂക്കേഷനും അതിനകത്ത്, ഒരു ഉപദേശവും അതിനകത്ത് വരുന്നുണ്ട്. ഈച്ച് സ്റ്റോറി എന്ന് പറഞ്ഞൊരു മോറൽ ഡൈലമയാണ് കാണിക്കുന്നത്. അതായത് അത് വിക്രമിൻ്റെ ഇൻ്റലിജൻസിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ആര് ചോദിക്കുന്നത്, നമ്മുടെ വേതാൾ എന്നുള്ള ഗോസ്റ്റ് ചോദിക്കുന്നത്. അപ്പം ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഓഫ് ദ കിങ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ.
ഇനി ക്വസ്റ്റൻ ആൻസേഴ്സിലോട്ട് പോകാം നമുക്ക്. സോമപ്രഭ ആരായിരുന്നു? ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ഡോട്ടറാണ്. ഹരിസ്വാമിയുടെ മകളാണ് സോമപ്രഭ. അവർക്ക് ഡാൻസിലും മ്യൂസിക്കിലും ഡ്രോയിങ്ങിലും സ്കിൽസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഡീമൺ സോമപ്രഭയെ കിഡ്നാപ്പ് ചെയ്തത്? ബിക്കോസ് ദ ഡീമൺ വാണ്ടഡ് ടു മാരി സോമപ്രഭ. ആൻഡ് സോമപ്രഭ പറയുന്നുണ്ട് എൻ്റെ ഐഡിയൽ പാർട്ട്ണറിനെ കുറിച്ച് കുറേ വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. സോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഡീമണാണ് ഇവളെ എന്ത് ചെയ്യുന്നത്, തട്ടിക്കൊണ്ട് പോകുന്നത്. ആരൊക്കെയാണ് 3 സ്യൂട്ടേഴ്സ്? വീർ സിംഗ്, ബ്രേവ് വാരിയർ, പിന്നെ സുദർശൻ ആചാര്യൻ്റെ മകനായിട്ടുള്ളൊരു പോയിറ്റ്, ഫ്ലൈയിങ് ചാരിയറ്റുള്ളൊരു ആർട്ടിസൺ. ഡീമൺ ആരാണ് ഡീമനെ കൊന്നത്? വീർ സിംഗ് ആണ് കൊന്നത്. ആൻഡ് വൈ ഡിഡ് വിക്രം ചൂസ് വീർ സിംഗ്? അതെന്തുകൊണ്ടാണ് സ്യൂട്ടബിൾ ഗ്രൂമായിട്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ബ്രേവറിയും അതായത് പാർട്ട്ണറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റീസും വീർ സിംഗിനാണ് ഉള്ളത്. അതുകൊണ്ട് അയാളാണ് റൈറ്റ് ചോയ്സ്. മെയിൻ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണ്? ബ്രേവറി അല്ലെങ്കിൽ എബിലിറ്റി ടു പ്രൊട്ടക്റ്റ് ലൗഡ് വൺസ്. അത് നമ്മുടെ റിലേഷൻഷിപ്പിലും ലൈഫിലും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറി കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പോൾ ഓരോ സ്റ്റോറീസ് പറയുമ്പോഴും കറക്റ്റ് സ്റ്റോറീസ് പറയുമ്പോഴും വേതാളം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് പിന്നെയും വേതാളത്തിൻ്റെ തോളിലിട്ടിട്ട് വിക്രമാദിത്യൻ പിന്നെയും വരുമ്പോഴാണ് വേതാളം വീണ്ടും ഒരു സ്റ്റോറി പറയുന്നത്. അപ്പം വേതാളത്തിനെ വൺസ് അഗെയിൻ എന്താണ് ഷോൾഡേഴ്സിൽ ഇങ്ങനെ കൊണ്ടുവരുവാണ് വിക്രം. എന്നിട്ട് ഡെസ്റ്റിനേഷൻ്റെ അടുത്തോട്ട് നടന്നു പോവുകയാണ്. സോ ഹീസ് ടെല്ലിങ് അനദർ സ്റ്റോറി. അതായത് ഉജ്ജയ് നഗരി എന്നുള്ള സ്ഥലത്തെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അവിടെ ഒരു ഡീമൺ ആയിരുന്നു ആ സമയത്ത് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ഉജ്ജയിനിയിൽ ഭയങ്കര ഫിയർ ആൻഡ് എന്താണ് ആളുകളെല്ലാം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു ഈ ഡീമണിനെ പേടിച്ചിട്ട്. ആൻഡ് ദെൻ സ്റ്റോറി ഒരു എന്താണ് ടുക്ക് പ്ലേസ് അറ്റ് എ കിങ്സ് മെസ്സഞ്ചർ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഓഫീസർ. ഹരിസ്വാമിയുടെ വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ. കിങ്ങിൻ്റെ മെസ്സഞ്ചറാണ് ഹരിസ്വാമി. ഹരിസ്വാമി മാത്രമല്ല കിങ്ങിൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഓഫീസറും കൂടിയാണ്, വിശ്വസനും കൂടിയാണ്. അവിടെയാണ് സ്റ്റോറി നടക്കുന്നത്. അയാൾക്കൊരു ബ്യൂട്ടിഫുൾ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു ടാലൻറ്റഡ് ഡോട്ടറുണ്ട് സോമപ്രഭ. ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്, ഡ്രോയിങ് ഒക്കെ ഉള്ള ആളാണ്. ആൻഡ് പിന്നെ സോമപ്രഭ യൂഷ്വലി എന്താണ് വീട്ടിലാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് അവരുടെ ബ്രദറിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം ബ്രദറിന് പഠിക്കാൻ പറ്റുന്നില്ല. സോ ഹി ഓൾവേസ് കംപ്ലൈൻറ്റ് അബൌട്ട് ദിസ് ടു ഹിസ് ഫാദർ. പക്ഷേ ഹിസ് ഫാദർ എന്താണ് പറഞ്ഞത്? സോമപ്രഭ എന്താണ് പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെ എത്രമാത്രം സിൻസിയറാണോ അതുപോലെ തന്നെ നീയും നല്ല സിൻസിയറായിട്ട് പഠിക്കുക. ദെൻ പിന്നെ സോ ഹി വാസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് ഡോട്ടർ. അതായത് ഡാൻസ് മ്യൂസിക്കും ഡ്രോയിങ്ങും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഹരിസ്വാമിക്ക് സോമപ്രഭയുടെ മുകളിൽ ഭയങ്കര പ്രൗഡാണ്. ആൻഡ് ഓൾസോ വറീഡ് അബൌട്ട് ഹിസ് ഡോട്ടേഴ്സ് മാരേജ്. സോ ഈ വൺസ് ആസ്റ്റ് ഇയർ ഒരു ഐഡിയൽ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ എങ്ങനെയുള്ള ലൈഫ് പാർട്ട്ണറിനെയാണ് വേണ്ടതെന്ന് ഒരു ദിവസം അച്ഛൻ മകളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല പഠിച്ച ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രേവ് ആയിട്ടുള്ളൊരു മനുഷ്യനെ വേണം എന്നാണ് ഇവൾ പറഞ്ഞത്. സോ വൈൽ ഷി വാസ് ടോക്കിംഗ് ടു എ ഫാദർ, ഈ ഡീമൺ എന്താണ് ഇത് കേട്ടു വിൻഡോയുടെ ഔട്ട് സൈഡിൽ നിന്ന്. സോ ആൻഡ് സെഡ് ദാറ്റ് എന്താണ് സോമപ്രഭയുടെ പേരൻസിൻ്റെ മുമ്പിൽ വെച്ച് ഞാനാണ് ഇവൾക്ക് നല്ല ഐഡിയൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇവളെ എന്ത് ചെയ്യാണ് തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് എന്താണ് ഹരിസ്വാമി കിങ്ങിൻ്റെ അടുത്ത് പോയി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് എന്താണ് അതായത് നിയർ ബൈ സ്റ്റേറ്റിൽ നിന്ന് ഗിഫ്റ്റൊക്കെ വന്നു. അത് ഇയാൾക്ക് എന്താണ് കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. സോ ഈ വാസ് എ മെസ്സഞ്ചർ ഓഫ് ദ കിങ് അല്ലേ. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളിലൊക്കെ ഇയാൾ പോയിട്ടുണ്ട്. സോ ഓൺ ഹിസ് വേ റോബേഴ്സ് ഒക്കെ ഇയാളെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ഇയാളുടെ കയ്യിലുള്ള വാല്യുബിൾസ് ഒക്കെ എടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് വീർ സിംഗ് ഒരു മരത്തിൽ നിന്ന് ജമ്പ് ചെയ്തു റോബേഴ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്തിട്ട് ഹരിസ്വാമിയെ സേവ് ചെയ്തു. ആൻഡ് ഹരിസ്വാമി എന്താണ് വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് മാൻ. അപ്പോൾ ഇദ്ദേഹം ഡോട്ടറിൻ്റെ മാരേജ് പ്രപ്പോസലിന് ഇയാളെ ഒന്ന് നോക്കി വെച്ചാലോ എന്ന് ഇയാൾ ആലോചിച്ചു. മീൻ വൈൽ പണ്ഡിറ്റ് സുദർശൻ ആചാര്യൻ്റെ മകനായിട്ടുള്ളൊരു പോയിറ്റ് അയാൾ ഉജ്ജയിനിൽ റീച്ച് ചെയ്തു ഹരിസ്വാമിയുടെ വീട്ടിൽ. ജസ്റ്റ് as ഹരിസ്വാമീസ് വൈഫ് ഓപ്പൺ ദ ഡോർ എന്താണ് സോമപ്രഭയെ വിളിക്കാനായിട്ട് ഇയാൾ ആവശ്യപ്പെടുവാണ്. സോമപ്രഭയ്ക്ക് വേണ്ടി ഒരു ലവ് പോയം ഇയാൾ എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടിയെ പ്രൈസ് ചെയ്തിട്ടുള്ളൊരു പോയം എഴുതിയിട്ടുണ്ട്. ആൻഡ് സോമപ്രഭയുടെ അമ്മ വളരെ ഹാപ്പിയായി ആൻഡ് ടോൾഡും ദാറ്റ് എന്താണ് അച്ഛൻ വരട്ടെ എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. മീൻ വൈൽ സോമപ്രഭയുടെ ബ്രദർ എന്താണ് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു. അയാൾക്ക് എന്താണ് ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ഒരു ഫ്ലൈയിങ് ചാരിയറ്റ് ഉണ്ടായിരുന്നു, ഒരു വിമാനം ഉണ്ടായിരുന്നു. സോമപ്രഭയുടെ ബ്രദറിന് ഇയാളെയും ഇഷ്ടമായി. അപ്പോൾ ആർട്ടിസ്റ്റിൻ എന്താണ് എഗ്രി ടു മാരി ഹർ. അപ്പോൾ അക്ഷയ തൃതീയുടെ അന്ന് മാരേജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കോയിൻസിഡൻ്റ്ലി എന്താണ് വീർ സിംഗിൻ്റെ അടുത്തും ഈ ഹരിസ്വാമി പറഞ്ഞത് ഈ കല്യാണം ഈ ദിവസം അക്ഷയ തൃതീയുടെ അന്നാണെന്ന്. അപ്പോൾ 3 പേരും കല്യാണം ഫിക്സ് ചെയ്ത് അച്ഛനും അമ്മയും ബ്രദറും കല്യാണം ഫിക്സ് ചെയ്ത് അക്ഷയ തൃതീയുടെ അന്നാണ്. അപ്പോൾ സോമപ്രഭയ്ക്ക് വേണ്ടി 3 പേരാണ് വന്നിരിക്കുന്നത്. സോ ഈവൻ ഡീമണിന് സോമപ്രഭയെ കല്യാണം കഴിക്കണം. ഓൺ ദ ഡേ ഓഫ് ദ മാരേജ് എന്താണ് ഡീമൺ ഇത് അറിയുകയും ഡീമൺ ആദ്യമേ തട്ടിക്കൊണ്ട് പോകുന്നില്ല, ഈ കല്യാണ ദിവസമാണ് തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഡീമൺ ഇത് അറിയുകയും എന്ത് ചെയ്യുവാണ് റെഡി ആയിക്കൊണ്ടിരുന്ന സോമപ്രഭയെ അപ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ദേവേർ വേരി സോമപ്രഭയുടെ പേരൻസ് എല്ലാം വളരെ വറീഡായി. ആർട്ടിസ്റ്റിന് എന്താ പറഞ്ഞത് ഞാൻ വിമാനത്തിൽ കയറി സോമപ്രഭയെ കയറി ഫ്ലൈ ചെയ്യാം. പോയിട്ടും വീർ സിംഗും വിമാനത്തിൽ കയറി. വീർ സിംഗ് ആണ് എന്ത് ചെയ്ത ഡീമണെ ഫൈറ്റ് ചെയ്ത്. സോ ജംഗിളിൽ പോയി ഡീമൺ സോമപ്രഭയെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടു. വീർ സിംഗ് എന്ത് ചെയ്തു ആരോസ് വെച്ചിട്ട് കൊന്നു.
ഓക്കെ. ഒരു 3 പേര് സോമപ്രഭയെ കൊണ്ടുവന്നിട്ട് അവർക്ക് 3 പേർക്കും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ആൾ ശരിക്കും പറഞ്ഞു വിക്രമിൻ്റെ അടുത്ത് പറയാണ് ആർക്കാണ് സോമപ്രഭയെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വിക്രം പറഞ്ഞു വീർ സിംഗ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഒരാൾക്ക്, അതായത് ഒരു കവിത എഴുതി ഒരു ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, വിമാനം പറക്കുന്നതും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബ്രേവ് ഇനഫ് ടു പ്രൊട്ടക്റ്റ് ഹിസ് വൈഫ് എന്നുള്ളത് ഒരാൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, അത് വീർ സിംഗ് ആണ്. അപ്പം അയാളാണ് കല്യാണം കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇല്ല, ഈ സ്റ്റോറിയുടെ എൻഡിൽ അവസാനം ഇയാൾ കറക്റ്റായിട്ടുള്ള ആൻസർ പറയുമ്പോൾ വീണ്ടും വേതാളം എന്താണ് ഓടിപ്പോകുന്നുണ്ട്. തിരിച്ച് അടുത്ത സ്റ്റോറി പറയുമ്പോൾ എന്താണ് വിക്രമാദിത്യൻ പിന്നെയും തിരിച്ചു കൊണ്ടുപോയി വരുവാണ് വേതാളത്തിനെ. ഇങ്ങനെയാണ് എല്ലാ സ്റ്റോറീസും എൻഡ് ചെയ്യുന്നത്, ഓരോ മോറൽ ആയിട്ടുള്ള ഒരു ഉപദേശങ്ങളിലൂടെയാണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്.